നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അലയാൻഡ്രോ ഗർനാച്ചോ എങ്ങോട്ടേക്ക് എന്നുള്ളത് അർജന്റീന ആരാധകരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും ഒക്കെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. അദ്ദേഹം യുണൈറ്റഡിൽ തുടരാൻ സാധ്യതയില്ല, പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചെൽസിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ വാർത്ത ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത് ഫബ്രീസിയോ റൊമാനോയാണ്. റൊമാനോ അടക്കമുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലയാൻഡ്രോ ഗർനാച്ചോ കീൻ ഓൺ ജോയിനിങ് ചെൽസിയിലേക്ക് ജോയിൻ ചെയ്യാനാണ് അദ്ദേഹം വളരെ കീനായിട്ട് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി അതാണ്, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത്. സ്റ്റിൽ ഈ സമ്മറിലും അദ്ദേഹം ആ ഒരു മൂവാണ് വളരെ കീനായിട്ട് കാണുന്നത്. ചെൽസി ഒരു ബിഡ് ഈ മാസം അവസാനത്തോടു കൂടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരമാണ്. സോ ഹീ ഈസ് വെയ്റ്റിംഗ് ഫോർ ചെൽസി ആസ് പ്രയോറിറ്റി ഡിസ്പൈറ്റ് ബിഡ്സ് ഫ്രം എബ്രോഡ്. അതായത് പ്രീമിയർ ലീഗിന് പുറത്ത് നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം പ്രയോറിറ്റി കൊടുക്കുന്നത് ചെൽസിയുടെ ബിഡിനാണ്. ചെൽസി തനിക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ചെൽസി ഒരു ബിഡ് സമർപ്പിച്ചേക്കും എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അലയാൻഡ്രോ ഗർനാച്ചോക്ക് വേണ്ടി ഇറ്റലിയിൽ നിന്നൊക്കെ ഓഫറുകളുണ്ട്, പക്ഷേ താരത്തിന് ഇംഗ്ലണ്ടിൽ തന്നെ തുടരണം, പ്രീമിയർ ലീഗിൽ തന്നെ തുടരണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഏതായാലും ഒരു ഘട്ടത്തിൽ യുണൈറ്റഡിൻ്റെ ഭാവി എന്ന രൂപത്തിലൊക്കെ കണ്ടിരുന്ന ഒരാളാണ്. പിന്നെ അവിടെ ബന്ധം വഷളാവുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ കൃത്യമായിട്ട് കാണുകയും ചെയ്തു. ഗെറ്റാഫയിലൂടെ യൂത്ത് കരിയർ ആരംഭിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡിൽ പോയി, പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തി. യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിന് വേണ്ടി നിരവധി മത്സരങ്ങൾ കളിച്ചതിന് ശേഷം താരമിത അവിടം വിടുന്നു. ചെൽസിയിലേക്ക് ആവാനാണ് സാധ്യത. സ്പെയിനിൻ്റെ അണ്ടർ-18 ടീമിൽ കളിച്ച ആളാണ്. പിന്നെ അർജന്റീനയുടെ അണ്ടർ-20 ടീമിനും അവരുടെ സീനിയർ ടീമിനും വേണ്ടി കളിക്കുകയുണ്ടായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.